Hello friends, welcome to our channel. അപ്പോൾ നിങ്ങൾ അറിയായിരിക്കും നമ്മുടെ UPI ക്രെഡിറ്റ് കാർഡ്സിനും അതുപോലെ തന്നെ UPI നമ്മുടെ ക്രെഡിറ്റ് ലൈൻസിനൊക്കെ പുതിയ റൂൾസ് നമ്മുടെ RBIയുടെ സൈഡിൽ നിന്ന് പുതിയ റൂൾസ് വന്നിട്ടുണ്ട്. മെയ് 31 തൊട്ട് നമുക്ക് ആക്ച്വലി ഈ റൂൾസും സംഭവങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ മെജോറിറ്റി ആൾക്കാരും UPI ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരായിരിക്കും. UPI ക്രെഡിറ്റ് ലൈന് കുറച്ച് പേരൊക്കെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അത് ഭയങ്കര യൂസേജ് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പക്ഷേ UPI ക്രെഡിറ്റ് കാർഡ്സ് ഇഷ്ടംപോലെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ചേഞ്ചസ് വന്നിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണേണ്ട. ആകെ 3 മെയിൻ ഇമ്പോർട്ടൻറ്റ് റൂൾ ചേഞ്ചസാണ് വന്നിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ബെനിഫിഷ്യൽ ആയിട്ടുള്ള റൂൾസുകളാണ്. വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പുതിയ ചാനലായി ജയിച്ചു വേൾഡ് കാണാത്തവർ പോയി കണ്ടു നോക്കുക. നമ്മളതിൽ മൂവി ന്യൂസ്, ഫിലിം ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ്, ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് റൂൾസിലേക്ക് പോകാം. ഞാൻ ആക്ച്വലി നോട്ട് ചെയ്തിട്ടായിരുന്നു 3 റൂൾസ് ചേഞ്ചസ് ആണ് വന്നേക്കുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ UPI ട്രാൻസാക്ഷൻസ് നമുക്ക് വേണമെങ്കിൽ PMI കൺവേർട്ട് ചെയ്യാം. അത് എന്തുകൊണ്ടാണ്? അത് നമുക്ക് മുമ്പും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ UPI ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിന്റെ ആപ്പിൽ അത് ഓൾറെഡി കാണിക്കും. അത് നമ്മുടെ സ്പ്രേ ആണ്, റൂം സ്പ്രേ ആണ്, ഓട്ടോമാറ്റിക് ആവുന്നതാണ് അതിന് സൗണ്ട് വന്നത്. നിങ്ങൾക്ക് അറിയാം നമ്മളിപ്പോൾ ഒരു UPI ട്രാൻസാക്ഷൻ 3000 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ആപ്പിൽ കയറിയിട്ട് 2-3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്ക് ആപ്പ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആപ്പ് ത്രൂ നമുക്ക് EMI കൺവേർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് പുതിയൊരു ഫീച്ചർ അല്ല. പക്ഷെ ഇതെന്താ സംഭവം വെച്ചാൽ നമ്മുടെ UPI ആപ്പ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഗൂഗിൾ പേ ആണ് ഉപയോഗിക്കുന്നത്, ഫോൺ പേ ആണ് ഉപയോഗിക്കുന്നത്, നമുക്ക് ഇനി അതിൽ കൂടെ തന്നെ EMI കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ ആക്ച്വലി പുതിയ ചേഞ്ചസ് വന്നേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് UPI ട്രാൻസാക്ഷൻ എല്ലാം നമുക്ക് ആപ്പിൽ കൂടെ ചേഞ്ച്, അതാണ് ഫുൾ ചേഞ്ചസ് ആയിട്ട് വന്നേക്കുന്നത്. അല്ല ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ EMI കൺവേർഷൻ നമുക്ക് ഇനി UPI ആപ്പിൽ കൂടെ തന്നെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് ആപ്പിലേക്ക് കൂടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്പിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ചേഞ്ച് വന്നിട്ടുണ്ട്, നമുക്കിനി നമ്മുടെ UPI നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് EMI കൺവേർഷൻ നമ്മുടെ UPI ആപ്പിൽ കൂടെ തന്നെ ചെയ്യാം. ആ EMI കൺവേർട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഈ ആപ്പിൽ കൂടെ തന്നെ പേയും ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് EMI പേയ്മെന്റ് നമുക്ക് വേണമെങ്കിൽ ഈ ആപ്പിൽ കൂടെയും ചെയ്യാൻ പറ്റും. അതിനും നമുക്ക് ഇനി നമ്മുടെ ബാങ്കിന്റെ ആപ്പിന്റെ ഒന്നും ഒരു സഹായത്തിന്റെ ആവശ്യമില്ല കേട്ടോ. അതും ഒരു ക്രെഡിറ്റ് അപ്ഡേറ്റ് തന്നെയാണ്. അതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് നമുക്ക് ഇനി ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ്, അതായത് നമുക്കറിയാം UPI ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, അതിന്റെ ലിമിറ്റ് മാനേജ്മെന്റും ബാക്കി എല്ലാ മാനേജിങ് സംഭവങ്ങളൊക്കെ നമുക്ക് ഇനി നമ്മുടെ UPI ആപ്പിൽ ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ 3 അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അതായത് ഇനി നമുക്ക് നമ്മുടെ UPI ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാനോ മാനേജ് ചെയ്യാനോ ഒന്നും ഇനി ബാങ്ക് ആപ്പിന്റെ ആവശ്യമില്ല. അതൊരു നല്ല അപ്ഡേറ്റ് തന്നെയാണ്. ഇപ്പോൾ ടൈം കൊടുത്തേക്കുന്നതാണ് നമ്മുടെ RBIയും NPCയും കൂടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ പേനും ഫോൺ പേ അതുപോലെ തന്നെ UPI ആപ്സുകൾക്കൊക്കെ ഇപ്പോൾ മെയ് 31 വരെ ടൈം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഫീച്ചേഴ്സൊക്കെ ഇനി ആപ്പിൽ നമ്മുടെ അപ്ഡേറ്റ് ചെയ്തിട്ട് വരണം. അപ്പോൾ റീസെൻ്റ്ലി ഇനിയിപ്പോൾ കുറച്ച് മെയിൻ അപ്ഡേറ്റ്സും നമുക്ക് നമ്മുടെ UPI ആപ്സിനൊക്കെ വരും കേട്ടോ. നിങ്ങൾ ഗൂഗിൾ പേ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫോൺ പേ ആണ്, Paytm ആണ്, ഏത് UPI ആപ്സ് ആയാലും ഇനി മേജർ അപ്ഡേറ്റ്സ് ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ബാങ്കിങ് ആപ്സും അതുപോലെ തന്നെ UPI ഗൂഗിൾ പേ ആപ്സുകളൊക്കെ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബഗ് ഫിക്സസ് ഇഷ്ടം പോലെ, അതുപോലെ തന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ റീസെൻ്റ്ലി ഇപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ എന്താ പറയുക ഇവരെ ആക്ച്വലി അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഐഫോൺ യൂസ് ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് അവരുടെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടൊരു ന്യൂസും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറേ ബഗ് ഫിക്സും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ ഹാക്ക് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് പറഞ്ഞിട്ട് ഒരു പുതിയ അപ്ഡേറ്റ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ചെയ്യാത്തവർ വേഗം പോയി അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. കുറേ പേര് ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്ന ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അത് മെയിൻ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. നിങ്ങളുടെ സെക്യൂരിറ്റി അപ്ഡേറ്റ് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളൊരു ഐഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളത് നിങ്ങളെ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ OT അപ്ഡേറ്റ് ചെയ്യണ്ട. നമ്മുടെ ഫോണിൽ കമ്പ്യൂട്ടറിൽ കുത്തിയിട്ട് ആപ്പ് ത്രൂ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് മാക്ബുക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഈസിയാണ്. അല്ലെങ്കിൽ നമ്മുടെ iTunes ഇൻസ്റ്റാൾ ചെയ്തിട്ട് വിൻഡോസ് ആണെങ്കിൽ അതിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിൽ എറർ വരാനും അതുപോലെ തന്നെ ബ്രിക്ക് ആവാനൊക്കെ ചാൻസ് ഭയങ്കര കുറവാണ്. നോർമലി OT അപ്ഡേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഐഫോൺസിനായാലും ഔട്ട് ഓഫ് വാറണ്ടി ഡിവൈസിനൊക്കെ സ്ക്രീൻ അടിച്ച് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ നിങ്ങൾ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. അടുത്ത കാണാം. ബൈ.